to my YouTube channel. So ഇന്നത്തെ റെസിപ്പി ഫ്രൈ ചിക്കൻ ബിരിയാണിയാണ്. സോ ഐം ഗോണ ഗെറ്റ് സ്ട്രേറ്റ് ഇൻ ടു ദ റെസിപ്പി. ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. ഒരു ഹാഫ് ആൻ അവറോളം മാരിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അത്രയും കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇവിടെ ഞാൻ ബോണുള്ള മിക്സ്ഡ് പാർട്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മേക്ക് ഷുവർ എല്ലാ പാർട്സിലും അത് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ ചെയ്യാൻ വെക്കുന്നത്. ഇവിടെ ഞാൻ മസാലകൾ ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ ചിക്കൻ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് റൈസിലേക്ക് കിടക്കാം. അപ്പോൾ റൈസിന് ഞാൻ ഇന്നിവിടെ കൈമ റൈസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതാണെങ്കിലും എടുക്കാം. ആൻഡ് ഇതൊരു 2 to 3 ടൈംസ് എങ്കിലും നന്നായിട്ട് വാഷ് ചെയ്ത് വേണം എടുക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്സോളം ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു 3/4 കുക്ക്ഡ് ആയാൽ മതി. ബാക്കി നമ്മൾ ലെയർ ചെയ്യാൻ നേരത്തെ ഏതായാലും വീണ്ടും അത് കുക്കാവും. അതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് സവാള കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ നേരത്തും യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൽ ബിരിയാണിയുടെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സവാള കാരമലൈസ് ചെയ്യാൻ നേരത്ത് ആരും സ്റ്റൗവിൻ്റെ അടുത്തൊന്നും മാറരുത്, കാരണം പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണ ഊറ്റി എടുക്കാം. അപ്പോൾ സവാള കാരമലൈസ് ചെയ്യാൻ ഞാൻ ഇവിടെ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വെളിച്ചെണ്ണ. നിങ്ങൾക്ക് നെയ്യാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് കാഷ്നട്ടും റേസിൻസും കൂടി വറുത്തെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ നേരത്തും ശ്രദ്ധിക്കുക, ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വീണ്ടും ഇത് റൈസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. 3/4 വേവ് മാത്രം കുക്ക് ചെയ്താൽ മതി. ചിക്കൻ കുറച്ച് ഹാർഡായി പോകും, അതുകൊണ്ട് 3/4 മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി ചിക്കൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില, പുതിനയില, തക്കാളി, പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്തിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും മസാലകളും ഒക്കെ ആഡ് ചെയ്ത് 5 മിനിറ്റോളം ഇട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോസസ്സ് സ്പീഡാക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് തക്കാളിയും മസാലകളും എല്ലാം യോജിച്ച് നന്നായിട്ട് കുക്കായി വരും. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് അണിയൻസും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും മല്ലിയില, പുതിനയില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു എക്സ്ട്രാ സിട്രസി ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ കുറച്ച് നാരങ്ങയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. മസാലയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം യൂസ് ചെയ്യുക. എനിക്ക് ഒരുപാട് ഗ്രേവി വേണ്ട, അതുകൊണ്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലെ എല്ലാ ഫ്ലേവേഴ്സും നന്നായിട്ട് മിക്സ് ആയി വരും. ഞാനൊരു ഇച്ചിരി പൈനാപ്പിൾ എസൻസും കൂടി ഇടുന്നുണ്ട്. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ഈ ഗ്രേവിയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തെങ്കിലും കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കാരമലൈസ്ഡ് ഒനിയൻസും പുതിനയില, മല്ലിയില, കാഷ്നട്ടും റേസിൻസും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നെയ്യിന്റെ ഫ്ലേവർ വേണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കാം. സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാനിവിടെ സവാളയും തക്കാളിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് തൈരും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഗ്രേവി ഒക്കെ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. I really hope you guys enjoyed this video. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.